Focus is 50 mm. Trace a tangent 70 mm from the directrix on the parabola and draw a normal tool. Okay. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാരബോളയുടെ കോൺസെപ്റ്റ് എന്താണ് ശരിക്കും? ഇതൊരു ഡയറക്ട്രിക്സ് അല്ലേ? ഇങ്ങനെ ആക്സിസ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ പാരബോള എന്ന് പറയുന്നത് അല്ലേ? ഈ പോയിന്റിന് വെർട്ടെക്സ് എന്ന് പറയും അല്ലേ? ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, ഇതിന് ഫോക്കസ് എന്ന് പറയും. ഇത് ഡയറക്ട്രിക്സിലുള്ള പോയിന്റ് അല്ലേ? ഈ പാരബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്തുവാണ്? ഈയുടെ വാല്യൂ 1 ആണെന്ന് അറിയാം നമുക്ക് അല്ലേ? ഈ 1 എന്ന് പറയുന്നത് ശരിക്കും എന്തിൻ്റെ റേഷ്യോ ആണ്? VF ഡിവൈഡഡ് ബൈ VC, അതായത് ദ ഡിസ്റ്റൻസ് ഓഫ് വെർട്ടെക്സ് ടു ഫോക്കസ് അല്ലേ? VF ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് ഓഫ് വെർട്ടെക്സ് ടു ഡയറക്ട്രിക്സ്. ഇതാണ് ഡയറക്ട്രിക്സ് അല്ലേ? അപ്പോൾ VC. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് VF ഷുഡ് ബി ഈക്വൽ ടു VC. ഇതാണ് പാരബോളയുടെ കോൺസെപ്റ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്ട്രിക്സ് ആൻഡ് ഫോക്കസ് അല്ലേ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഇതാണ് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് ആൻഡ് ഫോക്കസ് ഈസ് 50 mm. ഈ ഡിസ്റ്റൻസ് നമുക്ക് 50 mm തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്ര വരും? 25 വരും അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സെൻട്രിസിറ്റി മെത്തേഡ്. ഓക്കെ, ഇത് എക്സെൻട്രിസിറ്റി മെത്തേഡ് എന്ന് പറയും. ഡയറക്ട്രിക്സ്. ഓക്കെ, ഇതിൻ്റെ ഒരു മിഡ് പോയിന്റിലായിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്താണ്. ഓക്കെ, ഈ പോയിന്റ് സി ആണ് അല്ലേ? സി ഡി. ഓക്കെ, ഇനി സി ടു എഫ് എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം? 50 ഉണ്ടായിരിക്കും അല്ലേ? സി ടു എഫ് അല്ലേ? ഇത് വിയുടെ ഡിസ്റ്റൻസ് അല്ലേ? സോ ദിസ് പോയിന്റ് ഈസ് വി, ദിസ് പോയിന്റ് ഈസ് എഫ്. ഒരു കോമ്പസ് തരാമോ? ഇനിയിപ്പോൾ ഈ വി സെൻറ്ററായിട്ട് വെച്ചിട്ട് VF ഡിസ്റ്റൻസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു പെർപെൻഡിക്കുലർ ലൈനും കൂടെ വരും. അപ്പോൾ ഈ ആർക്ക് ഒരെണ്ണം വരച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? അതായത് വി സെൻറ്ററായിട്ട് വെച്ചിട്ട് VF ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു പോയിന്റ് കിട്ടും. പോയിന്റ് ബി എന്തുവാണ്? ഇ എന്ന് വെച്ചു. ഓക്കെ, ഇനി ഈ CE എന്നുള്ള പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അത്രയാണ്. ഓക്കെ, CE ജോയിൻ ചെയ്തിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പം ഈ പോയിന്റ് വി കഴിഞ്ഞിട്ടില്ലേ അല്ലേ? വി കഴിഞ്ഞിട്ട് നമുക്ക് ഈക്വൽ അല്ലെങ്കിൽ അൺഈക്വൽ ഇന്റർവെൽസിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറേ പോയിന്റ്സ് എടുക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഈക്വൽ ആയിട്ട് എടുക്കുവാണേ. എല്ലാം ഒരു 1 cm വെച്ചിട്ട് ആറ് പോയിന്റ്സ് എടുത്തിട്ടുണ്ട് ഞാൻ അല്ലേ? 1 2 3 4 5 6. ഇനി വേണമെങ്കിൽ എടുക്കാം നമുക്ക്. എടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ത്രൂ ദീസ് പോയിന്റ്സ്, ഈ പോയിന്റ്സിൻ്റെ അകത്തുകൂടെയൊക്കെ എന്ത് ചെയ്യണം? വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കണം. അത് എവിടം വരെ വരയ്ക്കണം? ഈ സിയുടെ എക്സ്റ്റൻഷനില്ലേ അല്ലേ? അതിൽ ഇന്റർസെക്ട് ചെയ്യുന്നവരെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഈ ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നത് അവിടെയെല്ലാം ഈ 1', 2', 3' അങ്ങനെ എഴുതി നമുക്ക് റെപ്രസെന്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനിയിപ്പം 1 1' ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അല്ലേ?
1 1 ഡാഷ് 2 2 ഡാഷ് 3 3 ഡാഷ് 4 4 ഡാഷ് 5 5 ഡാഷ് 6 ഡാഷ് അല്ലേ? ഈ ലെങ്ത്സ് ഒക്കെ എടുത്തിട്ട് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് എഫ് സെന്റർ ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ ലൈൻസിലേക്ക് ഇന്റർസെക്ട് ചെയ്യണം. മനസ്സിലായോ? ഈ ലൈൻസ് ഇപ്പോൾ മേളിൽ മാത്രമേ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ? ലൈൻസ് നേരെ താഴേക്കും കൂടെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ രണ്ട് സൈഡിലും ഓക്കെ. പിന്നെ ഈ സെയിം പ്രൊസീജിയർ സി പോലത്തെ ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ലൈനിൽ ജസ്റ്റ് ഒന്ന് ഇന്റർസെക്ട് ചെയ്ത് കിട്ടുന്ന പോയിന്റ്സ് മാത്രം നമുക്ക് ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് 1 1 ഡാഷ് അല്ലേ? ഇനി എഫ് സെൻറ്റർ ആയിട്ട് വെച്ചിട്ട് ഈ രണ്ട് സൈഡ് ഓക്കെ. അടുത്തത് 2 2 ഡാഷ് ത്രീ 3 ഡാഷ് മാറിപ്പോയത് എഫ് ആണ് സെൻറ്റർ ഓക്കെ. ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ലൈൻസിൽ ഇന്റർസെക്ട് ചെയ്യും നമുക്ക്. ഈ പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് കർവ് വെച്ചിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പാരബോള കിട്ടും ഓക്കെ. ഇത് കറക്റ്റായിട്ട് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ജോയിൻ ചെയ്യണേ. കറക്റ്റ് ഇവിടെ കുറച്ച് സ്മൂത്തായി കൊടുത്താൽ മതി ഓക്കെ. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് എന്ത് വരുന്നത്? നമുക്കൊരു ടാൻജൻറ്റും കൂടെ വരയ്ക്കണം. അത് എത്ര ദൂരത്തിലായിരിക്കണം? 70 mm ഫ്രം ദ ഡയറക്ട്രിക്സ്. ഇതാണ് ഡയറക്ട്രിക്സ് അല്ലേ? അപ്പോൾ ഡയറക്ട്രിക്സിൽ നിന്ന് ഒരു 70 mm മേളിലോ താഴെ എവിടെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഓക്കെ. അപ്പോൾ ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് നമുക്ക് ഒരു 70 mm മെഷർ ചെയ്തിട്ട് കോമ്പോസിറ്റ് മെഷർ ചെയ്തിട്ട് അല്ലേ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുക്കാം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് 70 mm ഉണ്ട് അല്ലേ? ഇപ്പം അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആണെങ്കിലും ഇതല്ല 70 mm എവിടെയാണോ കിട്ടുന്നത് ഇങ്ങനെ നോക്കിയാൽ മതി. നല്ല ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടോ? ഇങ്ങനെയാണ് 70 mm നമ്മൾ നേരത്തെ എടുത്തത് സ്ഥലത്താണ് അല്ലേ? ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഇതാണ് അല്ലേ? ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ പോയിന്റ് ജസ്റ്റ് ഒരു പി അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കാം. കൊടുത്തിട്ട് ഈ പിയും എഫും കൂടെ ജോയിൻ ചെയ്യണം ഓക്കെ. ലൈറ്റായിട്ടാണ് ഈ ഡയറക്ട്രിക്സിന് ഇതുവരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 70 mm ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇനി ഈ പി എഫിന് എന്ത് ചെയ്യണം? ഒരു 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കണം ഓക്കെ. പിന്നെ ഒരു 90 അപ്പോൾ ഒരു പ്രൊട്ടക്ടർ ഉണ്ടോ? അത് ഡയറക്ട്രിക്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നവരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തേക്കും ഓക്കെ. അപ്പോൾ ഇത് എത്ര ഡിഗ്രീസ് ഉണ്ട്? 90 ഡിഗ്രി ഓക്കെ. ഈ പോയിന്റ് വേണമെങ്കിൽ ഒരു പി ഡാഷ് കൊടുക്കും. ഇപ്പം പി ഡാഷ് പി ജോയിൻ ചെയ്യുവാണെങ്കിൽ അതാണ് നമുക്ക്
ആവശ്യമുള്ള ടാൻജൻറ്റ്. ഇനി ഈ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ടാൻജൻറ്റ് കിട്ടി. നമുക്ക് ഇതിൻ്റെ നോർമൽ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നോർമൽ വരയ്ക്കാൻ എന്ത് ചെയ്യണം? ടാൻജൻറ്റിൻ്റെ നോർമൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്? എവിടെയാണോ ടച്ച് ചെയ്യുന്നത് കർവായിട്ട്, അല്ലേ, ആ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു 90 ഡിഗ്രി ലൈൻ വരച്ചാൽ മതി. പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ മതി. അതായിരിക്കും ഈ ടാൻജൻറ്റിൻ്റെ നോർമൽ. ഓക്കെ, അപ്പോൾ ടാൻജൻറ്റിൻ്റെ നോർമൽ വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ പോയിന്റ് പിയിലല്ലേ ഇന്റർസെക്ട് ചെയ്യുന്നത്, അല്ലേ? ഇതാണ് പോയിന്റ് പി. പിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? and that. അപ്പോൾ ദിസ് ഇസ് ദ നോർമൽ ടു ദ ടാൻജൻറ്റ്. ഒരു ടാൻജൻറ്റും അതിൻ്റെ നോർമൽ. ഓക്കെ, ഇതാണ് എക്സെൻട്രിസിറ്റി മെത്തേഡ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം.